ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിതാ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ വെട്ടിക്കണം. ഇപ്പോൾ ഷാഫ്ക വെട്ടിക്കുന്ന സമയത്ത് മുഴുവൻ ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങണോ ചോദിച്ചാൽ ഞാൻ എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ വാങ്ങുന്നില്ല. ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെട്ടിക്കുന്നുണ്ട് ഷാഫ്ക. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പോയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളെ വീഡിയോ ടൈം മാനേജ്മെൻറ്റ് ടിപ്സാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ദൂരയാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ റെഡിയാകാം. അപ്പോൾ അതെങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദൂരയാത്ര പോവാണ്. ദൂരയാത്ര എന്ന് പറഞ്ഞാൽ ചെറിയൊരു യാത്ര പോവുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചെറിയൊരു ടൂറാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊന്നല്ല കേട്ടോ. താഴെ നമ്മൾ വയനാട്ടിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ താഴേക്ക് നല്ല ചൂടാണല്ലോ. പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോരുകറിയും സാദാ ചോറും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മോരുകറിയിലേക്കുള്ള കുമ്പളങ്ങ അരിഞ്ഞ് നന്നായി കഴുകി പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തൈരും തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഈ റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വൈകാതെ ഒരു ദിവസം വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ ആ കറി അങ്ങ് തിളക്കാൻ വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട്. നമ്മൾ ചിക്കൻ ചില്ലിയിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി തേച്ച് പിടിപ്പിച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കറിയൊക്കെ തിളച്ച് വന്ന് കറി വറവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോരുകറി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാശമാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കറി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെക്കാം. അപ്പോൾ ഇത് മോരുകറി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാശമാവുന്നുള്ള പേടി വേണ്ട. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ചില്ലി രാവിലെയാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇനി ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നില്ല, അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരും ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവ കടുക് സമം ചേർത്ത് പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പിലിട്ട മുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, സുർക്കയും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുക്കളൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ടോ. അടുക്കള എന്നല്ല എല്ലാ അകം മൊത്തം ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരതും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫാൻസി സാധനങ്ങളോ വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക. എന്നാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാകാം. ചിക്കന് പൊരിച്ച് എടുത്ത് ഞങ്ങൾ ചായയും കടിയും കുടിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ് കാത്ത് നിൽക്കുക. ബസ്സല്ല, ട്രാവലറാണ്. അപ്പോൾ ഞാനും മക്കളും പോകുന്നത്, ഷാഫ്ക വരുന്നില്ല. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നമ്മൾ ടൂർ പോയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.